നമുക്ക് കൊച്ചു ചാള കിട്ടി. ഈ ചാള നമുക്ക് മാങ്ങയിട്ട് പുളിമുളം വയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ? എന്തായാലും ഇത് ഞാൻ കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് മാങ്ങയിട്ട് കറി വയ്ക്കാം. നല്ല അടിപൊളി പുളിമുളകാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചാള നല്ലോണം ഉപ്പിട്ട് ഉരച്ച് കഴുകി വെച്ചേക്കാണ്. ഇനി നമുക്ക് കൊച്ചു ചാള പുളിമുളം വയ്ക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മാങ്ങ വേണം, കൊച്ചുള്ളി വേണം, തക്കാളി വേണം. ഇതൊക്കെ നമുക്ക് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഉള്ളി പൊളിച്ചു കൊടുക്കാം. ഇനിയും തക്കാളി നമുക്ക് പിന്നെ മുളക് കറിക്കകത്തിടാം. ഞങ്ങളുടെ പുളിമുളക് എന്നാണ് പറയുന്നത്. മുളക് കറിക്കിടാം. ഇത് അരയ്ക്കണം. ഉള്ളിയും ഈ അരമുറി തക്കാളിയും കൂടി നമുക്ക് മിക്സിയിൽ അരയ്ക്കണം, മുളക് പൊടിയുടെ കൂടെ. ഇത് കറിയിലിടാനാണ് കേട്ടോ. അരമുറി തക്കാളിയുണ്ട്, ഒരു മാങ്ങയുണ്ട്. അത് നമ്മൾ മുളക് കറിയിലിടും. പുളിമുളക് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് മുളക് കറി എന്ന് പറഞ്ഞത്. നമുക്ക് കറിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമുക്ക് ഉലുവ ഇടാം കേട്ടോ. ആദ്യം ഉലുവ വേണം. പിന്നെ മുളക് പൊടി ഇടാം. 2 സ്പൂൺ മുളക് പൊടി വേണം കേട്ടോ. ഇച്ചിരി കൂടി വെക്കട്ടെ. ഇനി മല്ലിപ്പൊടി ഇടാം. ഇനി മഞ്ഞപ്പൊടിയും കൂടി ഇടയാണ്. എന്നിട്ട് നമുക്ക് വേണ്ടത് ഈ തക്കാളിയും കൊച്ചുള്ളിയും കൂടി ഇടണം. എന്നിട്ട് ഇത് നല്ലോണം അരയ്ക്കണം കേട്ടോ. മിക്സിയിൽ വെച്ച് വെള്ളം ആദ്യം ഒന്ന് ചതച്ചിട്ട് പിന്നെ വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരയ്ക്കണം. തക്കാളി മാങ്ങയെല്ലാം അരഞ്ഞു വന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ല അരപ്പ് വരുവാകും. നല്ലോണം അരച്ച് നമ്മൾ വെള്ളം ചേർത്ത് ഇനി നമുക്ക് കലക്കാം. കറിച്ചട്ടിയിൽ ഒഴിച്ച് കലക്കാം. നമ്മൾ നല്ലോണം അരച്ചെടുത്ത് ഒരു തക്കാളിയൊക്കെ നല്ലോണം അരഞ്ഞുണ്ടാകും. ഇനി നമ്മൾ വേണ്ടത് ഈ കഴുകി വെച്ചേക്കുന്ന വെള്ളം, മിക്സി ജാർ കഴുകി എടുത്ത വെള്ളം ഒഴിച്ച് കലക്കുക. ഉപ്പും കൂടി ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി നമുക്ക് അടുപ്പിൽ വയ്ക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാലേ കറി ഇത്തിരി കുറുവൽ കിട്ടും. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും കറി. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് ഈ കറിക്ക് ഇത്തിരി കുറുവൽ വേണം. നമ്മൾ മുളക് കറിയൊക്കെ വയ്ക്കുമ്പോഴേ അതിന് ഒരിച്ചിരി കുറുവൽ വേണം. വെള്ളം പോലെ ഇരുന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് നമുക്കത് ഈ കലക്കി ഇത്രയും മതി കേട്ടോ. കണ്ടോ? ഇനി അടുപ്പിൽ വെച്ചിട്ട് തിളക്കിയതിന് ശേഷം മാങ്ങയും തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ മീനും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ തിളക്കിയിട്ട് കേട്ടോ. ഇനി തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മാങ്ങയും തക്കാളി ഇട്ട് കൊടുക്കാം. എന്തായാലും കറി ഇടന്ന് തിളക്കി നമുക്ക് മാങ്ങയും തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം തിളച്ച് പറ്റി പോയിടാം. തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കരണ്ടി കൊണ്ട് ഇളക്കാം. ഇളക്കിയിട്ട് കറി ചെറിയ തീയിൽ പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിനിടയിൽ ഞങ്ങളുടെ പൊരിച്ച മീൻ ഇവിടെ കിടന്ന് നല്ലോണം പൊരിയട്ടെ. ഇതുണ്ടോ? ഇളക്കി കൊടുക്കാൻ നല്ലോണം ഇളക്കിയിട്ട് ഇവിടെ കിടക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ നോക്കാം. ചെറിയ തീ കിടന്ന് പറ്റട്ടെ. നല്ല കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇവിടെ കിടന്ന് വേവട്ടെ, പറ്റട്ടെ. പറ്റിയാന്ന് നോക്കാം. ചെറിയ തീയിൽ ഉപ്പുണ്ടാകുന്ന കൂടി നോക്കണം. കറി പറ്റിയാന്ന് നോക്കാം. കറി പറ്റി ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. അണയ്ക്കാം. കറിച്ചട്ടിയുടെ ഒരു ചൂട് കൊണ്ട് പറ്റുമെങ്കിൽ അടച്ച് വെച്ചേക്കാം. മണമൊക്കെ ഉണ്ട്. കൊച്ചുള്ളി കടുക് വറുക്കാൻ അരിയാം. പുളിമുളം കറിക്ക് കടുക് വറുത്താലേ രുചിയാണുള്ളൂ. കടുക് വറുക്കാം. പുളിമുളത്തിന് കടുക് വറുക്കാം. ചീനിച്ചട്ടി എന്തായാലും അടുപ്പി വെച്ചിട്ടുണ്ട്. അടുപ്പി വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് പുളിമുളത്തിന് കടുക് വറുത്ത് വയ്ക്കാം. സെറ്റായാൽ നോക്കുക. സെറ്റായിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുകും കൂടി വറുത്തൊഴിച്ചാൽ കറി സൂപ്പർ. കടുക് ഇട്ടിട്ട് പൊട്ടട്ടെ. നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. മാങ്ങ ഇട്ട് നല്ല കറിയാണ്. മാങ്ങ നമ്മൾ പുളിമുളം വയ്ക്കുന്നത്, മുളക് കറി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം വെച്ചപ്പം ഞാൻ അണ്ണൻ പറഞ്ഞ് മാങ്ങ ഇട് കറിയിൽ, പുളിമുളത്തി മാങ്ങ ഇടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് വേണ്ട, തേങ്ങ അരയ്ക്കാത്ത കറിക്കകത്ത് അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച കറിക്ക് ഇട്ടുള്ളൂ. അങ്ങനെ എന്തായാലും നീ ഇട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു. അതിന് ശേഷം ഞാൻ കൂടെ കറി വെക്കും. നിങ്ങളും വെച്ച് നോക്കണം. അടിപൊളി കറിയാണ് കേട്ടോ. മറക്കണ്ട. എന്തായാലും നമ്മുടെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. നമുക്ക് കറിയിൽ ഒഴിക്കാം കേട്ടോ. മൂത്ത് വരുന്ന നമ്മളെ കറിയിലോട്ട് ഒഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ദിവസം വെച്ച് നോക്കണം. സൂപ്പർ കറിയാണ് കേട്ടോ. മാങ്ങയിട്ട് മുളക് കറി വയ്ക്കുന്നത്. ഓക്കെ. ചോറ് ഇന്നത്തെ ചോറാണ്. പുളിമുളം നമ്മൾ വെച്ചില്ലേ, മാങ്ങയിട്ട് വെച്ച മുളക് കറി. പിന്നെ രസം വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലുണ്ട്, പൊരിച്ച മീനുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പെട്ടെന്ന് കഴിക്കാൻ വന്ന കൂട്ടുകാരെ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന്.